Hi friends, welcome back to Kanz. This is Sajeev and you are watching the Tech Reviews. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതായത് മുമ്പ് കാനോൻ്റെ സെൽഫി CP1300 എന്ന് പറയുന്ന ഒരു പ്രിൻ്റർ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. ആ അൺബോക്സ് ചെയ്തപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽ ഒക്കെയാണ്. നമുക്കിത് രണ്ട് വിധത്തിൽ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമ്മളുടെ കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ വഴിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ വഴി എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാക്ബുക്കാണ്. നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് വിൻഡോസിന് വേണ്ടിയും ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് മാക്ബുക്കിൽ പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്രിൻ്റർ രണ്ട് രീതിയിൽ നമ്മളുടെ ഈ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഒന്ന് നമ്മളുടെ കറണ്ട് നെറ്റ്വർക്ക് ഏതാണോ ആ നെറ്റ്വർക്കിലേക്ക് ഈ പ്രിൻ്ററും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലെ വൈഫൈ നെറ്റ്വർക്ക് എടുക്കുമ്പോൾ ഇതുപോലെ CP1300 എന്ന് തുടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് കാണാം. ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പാസ്വേഡൊന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് നമ്മളുടെ പ്രിൻ്ററിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ എന്ന ഭാഗത്ത് പോകുമ്പോൾ നമുക്കതിൻ്റെ പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. വൺസ് നമ്മൾ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഡ്രൈവറൊന്നും ഇപ്പോൾ നമുക്ക് മാക്ബുക്കിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്തോളും. പക്ഷേ വിൻഡോസിനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വെബ്സൈറ്റിൽ സെൽഫിയുടെ CP1300 സപ്പോർട്ട് ഡ്രൈവർ എന്ന് പറയുന്നൊരു പേജുണ്ട്. ആ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്മളുടെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഡ്രൈവേഴ്സ് അവിടെ ഉള്ളത് നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് പിക്ചേഴ്സ് നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ആ പിക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിൻ്റെ പ്രിൻറ്റിങ് വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ്സിൽ രണ്ട് പിക്ചേഴ്സ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. മാക്കിൽ നമ്മൾ ആ പിക്ചർ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫയലിൽ പോയി നേരെ പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റിൽ നമുക്കിവിടെ ഓൾറെഡി കാണാൻ പറ്റും കാനോൺ സെൽഫി CP1300 എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഈ പ്രിൻ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6x4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ പേജിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട്, അതായത് പേപ്പർ സൈസിൽ പോയിട്ട് അതെന്നുള്ളത് പോസ്റ്റ് കാർഡ്, അതിനകത്ത് പോസ്റ്റ് കാർഡ് ബോർഡർലെസ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇവിടുത്തെ ആ ബോർഡർ ലെഫ്റ്റും റൈറ്റും ഉള്ള ആ ബോർഡർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രിൻ്റ് എൻ്റയർ ഇമേജ് എന്നുള്ളത് ഫിൽ എൻ്റയർ പേപ്പർ കൊടുക്കാം. അപ്പം നമ്മളുടെ ആ മുഴുവൻ പേപ്പറും പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് വരും. ഇനി നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ പ്രിൻ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വല്ല പടമാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോപ്പീസ് എന്നുള്ള ആ ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കളർ ഫോട്ടോ ആണ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അൺചെക്ക് ചെയ്തു. എന്നിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പോവുകയാണ്. പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വയർലെസ്ലി നമ്മളുടെ കമ്പ്യൂട്ടറും ഈ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റാസ് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമ്മളുടെ പ്രിൻ്റർ ഇപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് പ്രോസസ്സ് നടക്കുന്നത്. ആദ്യം നമുക്ക് കാണാം ഒരു യെല്ലോ കളർ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് 2 കളറും കൂടെ പ്രിൻ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഈ മൂന്നാമത്തെ കളർ ബ്ലൂ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഫോട്ടോ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതിനുശേഷം ഒരു കോട്ടിങ്ങും കൂടെ ഇതിന് വരുന്നുണ്ട്. ആ ഒരു കോട്ടിങ് ഉള്ളത് കൊണ്ടാണ്
നമ്മളുടെ ഈ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യുന്ന ഫോട്ടോ ഇത്രയും ലാസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇനിയിപ്പോൾ നനഞ്ഞ കൈ കൊണ്ട് തൊട്ടാൽ പോലും നമുക്കിതിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകില്ല. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. എത്ര റഫായിട്ട് യൂസ് ചെയ്താൽ പോലും നമുക്ക് ഈ ഫോട്ടോ കേടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഈ പ്രിൻ്ററിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മുകളിലും താഴെയും കാണുന്ന ഈ ഭാഗം, ഈ ബോർഡർ ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി ഒടിച്ച് കളയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ പേപ്പർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഒരു കാരണവശാലും നമുക്കതിനു വേണ്ടി പ്രത്യേകിച്ച് കത്രികയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 6x4 പേപ്പറിൽ വളരെ ഭംഗിയായിട്ട് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ പേപ്പറാണിത്. വളരെ നല്ല മികച്ച ഒരു ഫോട്ടോ പ്രിൻറ്റിംഗ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഫ്രണ്ട്സ്, ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇങ്ക് വെച്ചിട്ടല്ല ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതൊരു കാട്രിഡ്ജ് ഫിലിം വെച്ചിട്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫിലിം നമ്മളുടെ പ്രിൻ്ററിലേക്ക് ലോഡ് ചെയ്തിട്ട് ഈ ഒരു കാസറ്റ് ട്രേയിൽ ഈ പേപ്പർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. കൂടാതെ നമുക്കിവിടെ ഒരു SD കാർഡ് സ്ലോട്ടുണ്ട്. ഈ SD കാർഡ് വഴി ഡയറക്റ്റ് നമ്മൾ SD കാർഡ് ഇട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ ഫോട്ടോസ് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത് എന്തെങ്കിലും ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിലുള്ള ബേസിക് സെറ്റിങ്സ് ആണ്. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സെറ്റിങ്സ് അതിനകത്തില്ല. പിന്നെ ആകെ ഉള്ളത് വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെറ്റിങ്സ് ആണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിത് 2 രീതിയിലാണ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ഈ വൈഫൈ സെറ്റിങ്സ് എടുക്കുമ്പോൾ 2 ഓപ്ഷൻസ് കാണാം. കണക്ഷൻ സെറ്റിങ്സ്, കണക്ഷൻ മെത്തേഡ്. കണക്ഷൻ സെറ്റിങ്സിൽ പോകുമ്പോൾ നമ്മളുടെ പ്രിൻ്ററിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണുന്നത്. അതിപ്പോൾ നമുക്ക് തൽക്കാലം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന കണക്ഷൻ മെത്തേഡ്, ഡയറക്റ്റ് കണക്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡയറക്റ്റ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻ്ററിന് അതിന് സ്വന്തമായൊരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യുന്നതിനാണ്. അത് നല്ല സ്റ്റേബിളും റിലയബിളുമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് വഴി ചെയ്യാൻ. ഈ വൈഫൈ നെറ്റ്വർക്ക് വഴി ചെയ്യുമ്പോൾ നമ്മളുടെ മൾട്ടിപ്പിൾ ഡിവൈസിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും നമ്മളിപ്പോൾ നോക്കുന്നത് ഡയറക്റ്റ് കണക്ഷനിലാണ്. ഡയറക്റ്റ് കണക്ഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. അതിൽ പാസ്വേഡ് ഓൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കറൻ്റ്ലി നമ്മളുടെ ഈ ഒരു പ്രിൻ്ററിൻ്റെ വൈഫൈ പാസ്വേഡ് കാണാം. ഈ പാസ്വേഡാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആദ്യം കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ ഈ ഒരു SD കാർഡ് ഡയറക്റ്റ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോയപ്പോൾ എടുത്തൊരു പിക്ചറാണ്. ഈ SD കാർഡിലുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഈ മെനു എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുമ്പോൾ ഓപ്ഷൻസ് പോവും. അതിനകത്ത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ സെലക്ട് ഓളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നോക്കി കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷനുണ്ട്. നമുക്കത് ആവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ തന്നെ ക്രോപ്പ് ആവുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് സാമ്പിളായിട്ട് ഇതിൽ നിന്നൊന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്ത് അത് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രിൻ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാം. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളുടെ ഫോട്ടോസ് ഒന്നും കളർ കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഫോട്ടോ എപ്പോഴും കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒന്ന് കയറ്റി അതൊന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള കിടിലം വീഡിയോകളുമായി വരുന്നവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.